ഷലോം. ഇങ്ങനെയാണ് കേട്ടോ യഹൂദര് പരസ്പരം അഭിസംബോധന ചെയ്യുന്നത്. ഈ ഒരു വാക്കിനെ പറ്റിയുള്ള വീഡിയോ പിന്നീട് ഞാൻ ചെയ്യുന്നുണ്ട്. വയോമർ എലോഹിം യഹി ഓർ വയേഹി ഓർ എന്ന് പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ മറ്റൊരു വാചകം ആരംഭിക്കുകയാണ്. 4-ാമത്തെ വാക്യം. ആ വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: വയാർ എലോഹിം. ഈ വാക്കിന്റെ അർത്ഥം ആൻഡ് ഗോഡ് സോ എന്നാണ്. ദൈവം കണ്ടു. ദൈവം തൻ്റെ സൃഷ്ടിയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ദൈവം തൻ്റെ സൃഷ്ടിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു സൂചന ഈ ഒരു പദം നൽകുന്നുണ്ട്. ഡാനിയേലച്ചൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവം എന്താണ് കാണുന്നതെന്ന്. ദൈവം ഒരു മനുഷ്യൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും കാണുന്നു. പത്രോസിനെ യേശു കാണുമ്പോൾ പത്രോസ് എപ്രകാരമുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്ന് ഈശോയ്ക്ക് അറിയാം. അതുപോലെ തന്നെ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിൻ. അവനൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ മുക്കുവനായ ഒരു പത്രോസിനെ അല്ല ഈശോ അപ്പോൾ കാണുന്നത്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി റോമൻ കുന്നുകളിൽ തല കീഴായിട്ട് ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്ന ഒരു പത്രോസിനെ യേശു ആ സമയം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കാർക്കും ദൈവത്തിൻ്റെ കാഴ്ചയുടെ കീഴിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കില്ല. ദൈവം നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഈ ഒരു ചിന്തയോടു കൂടെ ആയിരിക്കണം. ദൈവം നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്തയോടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല ദിനം നേരുന്നു.